ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കീർത്തിസ് വേൾഡ്. നമുക്കിന്ന് ഇവിടെ ഒരു അടിപൊളി പോർക്ക് ഞാനിവിടെ 1 കിലോ പോർക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ട് 4 വിസിൽ കേൾക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്നതിലേക്ക് കരിയാപ്പില, പച്ചമുളക്, ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഇത് നന്നായിട്ട് മൂപ്പിക്കുന്നുണ്ട്. ഇത് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വഴറ്റി വെച്ചിരിക്കുന്ന സവാളയിലേക്ക് 1.5 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമ്മൾ ചേർത്ത് ഇത് ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പോർക്ക് മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കടകളിലും ലഭിക്കുന്നതാണ്. ഞാൻ കുറച്ച് പോർക്ക് മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഇതിലേക്ക് തക്കാളിയും കുറച്ച് കരിയാപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കരിയാപ്പിലയും തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 2 കുടംപുളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് കരിയാപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.